10ാം ക്ലാസ്സിൻ്റെ അരിത്തമാറ്റിക് സീക്വൻസസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. പാർട്ട് 2. കഴിഞ്ഞ വീഡിയോയിൽ ശ്രേണികളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഇതിൽ സമാന്തര ശ്രേണികൾ എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. അരിത്തമാറ്റിക് സീക്വൻസസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. നാം കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ചില ശ്രേണികൾ പരിശോധിക്കാം. ചതുരത്തിൻ്റെ അഥവാ സ്ക്വയറിൻ്റെ, സമചതുരത്തിൻ്റെ അല്ലെങ്കിൽ സ്ക്വയറിൻ്റെ ചുറ്റളവ്, ഏരിയ, ഇവയൊക്കെയായിട്ട് ബന്ധപ്പെട്ട ചില ശ്രേണികൾ നമ്മൾ കണ്ടിരുന്നു. തീപ്പെട്ടി കമ്പ് വെച്ചുണ്ടാക്കുന്ന രൂപങ്ങളുടെ ശ്രേണിയും പരിശോധിച്ചിരുന്നു. ഇതിൽ കണ്ട ചില ശ്രേണികൾ നോക്കാം. ഇത് 4, 8, 12, 16 എന്നിങ്ങനെ തുടരുന്ന ഒരു ശ്രേണിയാണ്. ചുറ്റളവുമായി ബന്ധപ്പെട്ട്, പെരിമീറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ട ഒരു ശ്രേണിയാണിത്. ഇത് 4, 6, 8, 10 എന്നിങ്ങനെ പോകുന്ന മറ്റൊരു ശ്രേണി. ഇത് 3, 5, 7, 9 എന്നിങ്ങനെ പോകുന്ന ഒരു ശ്രേണി. ഇവയിലെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ഒരു സംഖ്യയിൽ തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഒന്നാമത്തെ ശ്രേണി പരിശോധിച്ചാൽ 4ൻ്റെ കൂടെ 4 കൂട്ടി 8 കിട്ടി, വീണ്ടും 4 കൂട്ടി 12, വീണ്ടും 4 കൂട്ടി 16, അങ്ങനെയാണ് ഒന്നാമത്തെ ശ്രേണി പോകുന്നത്. രണ്ടാമത്തെ ശ്രദ്ധിച്ചാൽ ഈ ക്രമത്തിൽ നോക്കിയാൽ 4നോട് 2 കൂട്ടി 6, വീണ്ടും 2, 8, 8നോട് വീണ്ടും 2, 10, ഈ ക്രമത്തിലാണ് രണ്ടാമത്തെ ശ്രേണി പോകുന്നത്. മൂന്നാമത്തെ ശ്രേണി 3ൽ ആരംഭിക്കുന്നു. 2 കൂട്ടി 5, വീണ്ടും 2 കൂട്ടി 7, വീണ്ടും 2 കൂട്ടി 9, ഈ ക്രമത്തിലാണ് പോകുന്നത്. അതായത് ഒരേ സംഖ്യയാണ് ഇവിടെയെല്ലാം കൂട്ടിക്കൂട്ടി പോകുന്നതെന്ന് കാണാം. ഇങ്ങനെയുള്ള ശ്രേണികളെയാണ് നമ്മൾ സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുന്നത്. ഒരു സംഖ്യയിൽ തുടങ്ങി ഒരേ സംഖ്യ തന്നെ കൂടി പോകുന്ന രീതിയിലുള്ള ശ്രേണികളെ സമാന്തര ശ്രേണി അഥവാ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് വിളിക്കാം. A sequence got by starting with any number and adding a fixed number repeatedly is called an arithmetic sequence. ഏതെങ്കിലും ഒരു നമ്പറിൽ തുടങ്ങി ഒരേ നമ്പർ ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസ് ആണ് അരിത്തമാറ്റിക് സീക്വൻസ്. ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടിക്കിട്ടുന്ന ശ്രേണിക്ക് സമാന്തര ശ്രേണി എന്നാണ് പേര്. അതാണ് സമാന്തര ശ്രേണി. വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ ഇതാണ്. എന്താണ് സമാന്തര ശ്രേണി എന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി ചില ശ്രേണികൾ നമുക്ക് പരിശോധിക്കാം. ഈ ഒരു ശ്രേണി നോക്കുക. 4, 8, 12, 16 എന്നിങ്ങനെ പോകുന്ന ഒരു സീക്വൻസ്, ഒരു ശ്രേണി. ഇതിൽ രണ്ടാമത്തെ ടേം അഥവാ പദം, അതിൽ നിന്ന് ആദ്യത്തെ ടേം കുറച്ചാൽ 2ൽ നിന്ന് രണ്ടാമത്തെ പദമായ ടേമായ 8ൽ നിന്ന് ഒന്നാമത്തെ ടേമായ 4, തൊട്ടു പുറകിലുള്ള ടേം കുറയ്ക്കുമ്പോൾ നമുക്ക് 4 കിട്ടുന്നു. 8ൽ നിന്ന് 4 പോയാൽ 4. ഇനി മൂന്നാമത്തെ ടേം നോക്കുക. 4, 8, 12 അങ്ങനെ പോകുന്നതിലെ മൂന്നാമത്തെ ടേം, മൂന്നാമത്തെ പദം, അത് 12 ആണെന്നറിയാമല്ലോ. അതിൻ്റെ തൊട്ടു പുറകിൽ വരുന്ന സംഖ്യ ഏതാണ്? 8 ആണ്. 12ൽ നിന്ന് നമ്മൾ 8 കുറയ്ക്കുന്നു. അപ്പോഴും കിട്ടിയ സംഖ്യ 4 തന്നെയാണ്. ഇനി അടുത്ത ടേം ഏതാണ്? നാലാമത്തെ ടേം 16 ആണ് അല്ലേ? 16ൽ നിന്ന് തൊട്ടു പുറകിലുള്ള ടേം, പദം 12 ആണ്. അപ്പോൾ 16ൽ നിന്ന് 12 കുറച്ചാലും നമുക്ക് 4 തന്നെ കിട്ടും. ഇവിടെയെല്ലാം ഏത് പദത്തിൽ നിന്നും തൊട്ടു പുറകിലുള്ള പദം കുറയ്ക്കുമ്പോൾ ഒരേ സംഖ്യ തന്നെ ലഭിക്കുന്നു എന്ന് കാണാം. അതായത് ഏത് പദത്തിൽ നിന്നും തൊട്ടു പുറകിലുള്ള പദം കുറച്ചാൽ ഒരേ സംഖ്യ തന്നെ ലഭിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു ശ്രേണി പരിശോധിക്കാം. ഇതാ 3, 5, 7, 9 എന്നിങ്ങനെ പോകുന്ന ശ്രേണി. ഇതിലെ രണ്ടാമത്തെ പദം ഏതാണ്? 5 ആണ്, വ്യക്തമല്ലേ? അതിൽ നിന്ന് തൊട്ടു പുറകിലുള്ള പദം നമുക്ക് കുറച്ച് നോക്കാം. 5ൽ നിന്നും തൊട്ടു പുറകിലുള്ള 3 കുറച്ചാൽ 2 കിട്ടുന്നു. ഇനി മൂന്നാമത്തെ പദമായ 7, അതിൽ നിന്ന് തൊട്ടു പിറകിലുള്ള, അതായത് രണ്ടാമത്തെ പദമായ 5 കുറച്ചാൽ വീണ്ടും 2 തന്നെ കിട്ടുന്നു.
നാലാമത്തെ പദം ഏതാണ്? 9 ആണ്. അതിൽ നിന്ന് മൂന്നാമത്തെ പദം 7 കുറച്ചാലും 2 തന്നെ കിട്ടുന്നു. അതായത് മുമ്പ് കണ്ടതുപോലെ ഏത് പദത്തിൽ നിന്നും തൊട്ടു പിറകിലത്തെ പദം കുറച്ചാൽ ഒരേ സംഖ്യ തന്നെയാണ് ലഭിക്കുന്നത്. ഇതാണ് അരിത്തമാറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ പ്രത്യേകത. അടുത്തടുത്ത 2 പദങ്ങൾ എടുത്തിട്ട് ഒരു പദത്തിൽ നിന്ന് തൊട്ടു പിറകിലുള്ള പദം കുറച്ചാൽ എപ്പോഴും കിട്ടുന്നത് ഒരേ സംഖ്യ തന്നെയായിരിക്കും. An arithmetic sequence is a sequence in which we get the same number on subtracting from any term the term immediately preceding it. മലയാളത്തിൽ പറഞ്ഞാൽ ഏത് പദത്തിൽ നിന്നും തൊട്ടു പിറകിലെ പദം കുറച്ചാൽ ഒരേ സംഖ്യ തന്നെ കിട്ടുന്ന ശ്രേണിയാണ് സമാന്തര ശ്രേണി. അപ്പോൾ ഒരേ സംഖ്യ തന്നെ കൂട്ടിക്കൂട്ടി പോകുന്ന ശ്രേണിയാണ്. അതുകൊണ്ട് തന്നെ ഏത് പദം എടുത്തിട്ട് തൊട്ടു പിറകിലെ പദം കുറച്ചാലും ഒരു ഫിക്സഡ് നമ്പർ കിട്ടണം, ഒരേ നമ്പർ തന്നെ കിട്ടണം. അങ്ങനെയുള്ള ശ്രേണികളെയാണ് നമ്മൾ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്നത്. ഇനി ഈ ഫിക്സഡ് നമ്പറിനൊരു പേരുണ്ട്. ആദ്യം 4 നമുക്ക് കിട്ടിയ ഫിക്സഡായിട്ട്, പിന്നെ 2 കിട്ടി. അതിനെയൊക്കെ നമ്മളൊരു പേര് പറയും. ദി കോൺസ്റ്റൻറ്റ് ഡിഫറൻസ് ഗോട്ട് ബൈ സബ്ട്രാക്റ്റിംഗ് ഫ്രം എനി ടേം ദി ജസ്റ്റ് പ്രീവിയസ് ടേം ഈസ് കോൾഡ് ദി കോമൺ ഡിഫറൻസ് ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. ഇതിനെ ഒരു അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എന്നാണ് നമ്മൾ പറയുക. അപ്പം ആദ്യത്തേതിൽ 4 ആയിരുന്നു കോമൺ ഡിഫറൻസ്, അടുത്ത നമ്മൾ നോക്കിയതിൽ 2 ആയിരുന്നു കോമൺ ഡിഫറൻസ്. ആ സംഖ്യകളെ പറയുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. ഒരു പദത്തിൽ നിന്ന് തൊട്ടു പിറകിലെ പദം കുറച്ച് കിട്ടുന്ന സ്ഥിര വ്യത്യാസത്തെ പൊതുവ്യത്യാസം എന്ന് പറയും. കോമൺ ഡിഫറൻസിന് മലയാളത്തിൽ പറയുന്നത് പൊതുവ്യത്യാസം എന്നാണ്. നമ്മൾ കണ്ടതുപോലെ ആദ്യം നോക്കിയതിൽ 4 ആയിരുന്നു പൊതുവ്യത്യാസമെങ്കിൽ രണ്ടാമത്തതിൽ 2 ആയിരുന്നു പൊതുവ്യത്യാസം. ഇനി നമുക്ക് പാഠപുസ്തകത്തിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, ഒന്ന് നോക്കാം. പേജ് നമ്പർ 18 ഒന്നാമത്തെ ചോദ്യമാണ് നമ്മൾ പരിശോധിക്കുന്നത്. നോക്കാം. ചെക്ക് വെദർ ഈച്ച് ഓഫ് ദി സീക്വൻസസ് ഗിവൺ ബിലോ ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഗിവ് റീസൺസ് ഫോർ ദി അരിത്തമെറ്റിക് സീക്വൻസസ്. റൈറ്റ് ദി കോമൺ ഡിഫറൻസ് ഓൾസോ. കുറേ സീക്വൻസുകൾ തന്നേക്കുന്നു, 5 സീക്വൻസുകൾ തന്നിട്ടുണ്ട്. അവയെല്ലാം അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് പരിശോധിക്കണം. എന്തുകൊണ്ടാണ് അരിത്തമാറ്റിക് സീക്വൻസ് ആയത് അല്ലെങ്കിൽ അല്ലാതായത് എന്ന റീസണും പറയണം. ഒന്നാമത്തെ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്, സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്, സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് ആസ് ഹാഫ് ഓഫ് ദി ഓഡ് നമ്പേഴ്സ്, സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2, സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഓരോ ശ്രേണികളിലും സമാന്തര ശ്രേണിയാണോ എന്ന് തീരുമാനിക്കുക. കാരണം എഴുതണം. സമാന്തര ശ്രേണിയാണെങ്കിൽ പൊതുവ്യത്യാസവും എഴുതണം. ഒറ്റസംഖ്യകൾ, ഇരട്ടസംഖ്യകൾ, ഒറ്റസംഖ്യകളുടെ പകുതിയായി വരുന്ന ഭിന്നസംഖ്യകൾ, 2ൻ്റെ കൃതികൾ, എണ്ണൽ സംഖ്യകളുടെ വ്യുൽക്രമങ്ങൾ, റെസിപ്രോക്കൽസ്. നമുക്ക് ഓരോന്നായി എടുത്ത് പരിശോധിക്കാം. ആദ്യം ഒറ്റസംഖ്യകളുടെ ശ്രേണി, സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒറ്റസംഖ്യകളുടെ ശ്രേണി. ഏതാണ് ഒറ്റസംഖ്യകളുടെ ശ്രേണി? ഓഡ് നമ്പേഴ്സ് ഏതാണ്? നിങ്ങൾക്കറിയാം. 1, 3, 5, 7 അങ്ങനെ പോകുന്ന 2 വീതം കൂടിക്കൂടി പോകുന്ന ആ ശ്രേണിയാണ് നമ്മൾ ഒറ്റസംഖ്യകൾ അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇവ 2 വീതം കൂടി പോകുന്നതാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്, നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സമാന്തര ശ്രേണിയായിരിക്കും അഥവാ അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കും. ഇതിൻ്റെ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? ഏത് സംഖ്യ വെച്ചാണോ കൂടിക്കൂടി പോകുന്നത്, രണ്ടാമത്തെ എടുത്തിട്ട് ടേം എടുത്തിട്ട് ഒന്നാമത്തെ ടേം കുറച്ച് നോക്കുക, അല്ലെങ്കിൽ മൂന്നാമത്തെ ടേം എടുത്തിട്ട് രണ്ടാമത്തെ ടേം കുറച്ച് നോക്കുക, അല്ലെങ്കിൽ നാലാമത്തെ ടേം എടുത്തിട്ട് മൂന്നാമത്തെ ടേം കുറച്ച് നോക്കുക. ഏത് നോക്കിയാലും നമുക്ക് ഒരേ ഉത്തരം കിട്ടും. കോമൺ ഡിഫറൻസ് 3ൽ നിന്ന് 1 കുറച്ച് നോക്കിയിരിക്കുന്നു. അതായത് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം നമ്മൾ കുറച്ച് നോക്കി 2 ആണ്. 2 വീതം കൂടിക്കൂടി പോകുന്ന ശ്രേണി ആയതുകൊണ്ട് തന്നെ ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. അതിൻ്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 2 ആയിരിക്കും. ഇനി അതിലെ സെക്കൻഡ് പാർട്ട്, സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്, അതായത് ഇരട്ട സംഖ്യകളുടെ ശ്രേണി. ഏതാണ് ഇരട്ട സംഖ്യകൾ? ഒറ്റസംഖ്യകൾ നമ്മൾ കണ്ടു. ഇരട്ട സംഖ്യകൾ ഏതാണ്? 2, 4, 6, 8 എക്സെട്ര ഇങ്ങനെ പോകുന്ന ശ്രേണിയാണ് ഇരട്ട സംഖ്യകളുടെ ശ്രേണി. ഇതിനെക്കുറിച്ചും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇരട്ടസംഖ്യകളുടെ ശ്രേണി 2 വീതം കൂടിക്കൂടി പോകുന്നതാണ് എന്ന് നമുക്കറിയാം.
2, 4, 6, 8, 10, 12 അങ്ങനെ 2 വീതം കൂടി പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതും ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി ആണ്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? രണ്ടാമത്തെ ടേം 4ൽ നിന്ന് 2 തൊട്ട് പറയുള്ള ടേം കുറച്ച് നോക്കുക. 4ൽ നിന്ന് 2 പോയാൽ 2. അപ്പോൾ കോമൺ ഡിഫറൻസ് 2 തന്നെയായ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് ഇത് എന്ന് കാണാം. ഇനി അടുത്തത് സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് ആസ് ഹാഫ് ദി ഓഡ് നമ്പേഴ്സ്. ഒറ്റ സംഖ്യകളുടെ പകുതിയായ ഭിന്നസംഖ്യകളുടെ ശ്രേണി. ഇവിടെ പകുതി കാണുക എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. പകുതി കാണാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഒറ്റ സംഖ്യകളുടെ ശ്രേണി നമുക്കറിയാം. അതിൻ്റെ പകുതി 1, 3, 5, 7 ഇവയാണ് ഒറ്റ സംഖ്യകൾ അഥവാ ഓഡ് നമ്പേഴ്സ്. അതിൻ്റെ പകുതി വീതം 1/2, 3/2, 5/2, 7/2 എക്സെട്ര ആണ് ഈ ശ്രേണി. അങ്ങനെയാണ് ഈ ശ്രേണി വരിക. ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് ചോദ്യം. നമ്മൾ ചെയ്യേണ്ടത് സെക്കൻഡ് ടേമും തേർഡ് ടേമും സെക്കൻഡ് ടേം അങ്ങനെ കുറച്ച് നോക്കിയാൽ ഒരേ സംഖ്യയാണോ കിട്ടുന്നത് എന്ന് നോക്കിയാൽ മതി. ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. ഇവിടെ നോക്കുക, 3/2 മൈനസ് 1/2 ആണ് നമ്മൾ കണ്ടിരിക്കുന്നത്. 3/2 നിങ്ങൾക്കറിയാവുന്നതുപോലെ സെക്കൻഡ് ടേമാണ്. അതിൽ നിന്ന് തൊട്ട് പുറകിലുള്ള ടേം, സെക്കൻഡ് ടേമിൻ്റെ തൊട്ട് പുറകിൽ ഫസ്റ്റ് ടേം, ഒന്നാമത്തെ പദം 1/2 ആണ് അല്ലേ. 3/2 നിന്ന് 1/2 കുറയ്ക്കുന്നു. ഇപ്പോൾ 2ൻ്റെ ഡിനോമിനേറ്റർ അഥവാ ഛേദം സെയിം ആണ്, 2 ആണ്. അതുകൊണ്ട് അതിനെ ഒരുമിച്ച് എഴുതിയിട്ട് 3 - 1 ഹോൾ ഡിവൈഡഡ് ബൈ 2. 3ൽ നിന്ന് 1 കുറച്ചതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. 3ൽ നിന്ന് 1 കുറച്ചാൽ 2 ആണ്, 2/2. അത് 1 എന്ന് കിട്ടും. ഇനി തേർഡ് ടേം എടുക്കുക. ഏതാണ്? 5/2 ആണ് അല്ലേ. ആ സീക്വൻസിൻ്റെ തേർഡ് ടേം 5/2 ആണ്. അതിൽ നിന്ന് തൊട്ട് പിന്നിലുള്ള ടേം 3/2 കുറച്ച് നോക്കുക. ഇതുപോലെ തന്നെ 5/2 മൈനസ് 3/2. അതിൻ്റെ ഡിനോമിനേറ്റർ അഥവാ ഛേദം സെയിം ആണ്. അപ്പോൾ 5ൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 5ൽ നിന്നും 3 കുറച്ചാൽ 2. 2/2 2/2 അത് 1 തന്നെയാണ് അല്ലേ. അപ്പോൾ ആദ്യത്തേത് 1 കിട്ടി. ഒരു ടേമിൽ നിന്ന് തൊട്ട് പിന്നിലുള്ള ടേം കുറച്ചപ്പോൾ 2 തവണയും നമുക്ക് 1 ആണ് കിട്ടിയത്. ചില സീക്വൻസുകളിൽ ഇത് കൂടുതൽ നോക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ 2 നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഏകദേശം അറിയാം ഇതുപോലെ തന്നെയായിരിക്കും ഇത് തുടർന്ന് പോകുന്നത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് 1 വീതം കൂടിപ്പോകുന്ന ഒരു സംഖ്യകളുടെ ശ്രേണിയാണിത്. അതുകൊണ്ടിത് സമാന്തര ശ്രേണി അഥവാ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? കൂടി പോകുന്നത് എത്രയാണെന്ന് നോക്കുക. 1 വീതം അല്ലേ. പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് 1 ആയിരിക്കും. ഇനി ആ ചോദ്യത്തിൻ്റെ 4ാമത്തെ പാർട്ട്, 1ാമത്തെ ചോദ്യത്തിൻ്റെ 4, സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2. 2ൻ്റെ പവർ ആയി വരുന്ന, 2ൻ്റെ കൃതികളായി വരുന്ന സംഖ്യകളുടെ ശ്രേണി. 2ൻ്റെ കൃതികൾ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 2/1, 2/2, 2/3 എക്സെട്ര അല്ലേ. ഇതാ ഇങ്ങനെ വരും. 2/1, 2/2 അതായത് 2² 2/3, 2³ 2/4 എക്സെട്ര. ഈ സംഖ്യകൾ ഏതൊക്കെയായിരിക്കും? 2/1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ഒരു പ്രാവശ്യം എഴുതുന്നത് 2 തന്നെ. 2/2 2 × 2 4. 2/3 2 × 2 × 2 3 തവണ 2 എഴുതി ഗുണിക്കണം. 2 × 2 4. അതിനെ ഒന്നുകൂടെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 4 × 2 8. 2/4 2 × 2 × 2 × 2 4 തവണ. 2 × 2 4, 4 × 2 8, 8 × 2 16. അങ്ങനെയാണ് ആ ശ്രേണി വരിക. 2, 4, 8, 16 എക്സെട്ര ആണ് ഈ ശ്രേണി വരിക. അടുത്തത് 32 വരും അല്ലേ. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയാണോ? ഒരേ സംഖ്യ തന്നെയാണോ കൂടി പോകുന്നത്? 2, 4, 8, 16 എക്സെട്ര ആണ്. ഒരേ സംഖ്യയാണോ കൂടുന്നത്? ഒന്നാലോചിക്കുക.
സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചിരിക്കുന്നു. 4-ൽ നിന്ന് 2 കുറച്ചാൽ സെക്കൻഡ് ടേമായ 4-ൽ നിന്ന് ഫസ്റ്റ് ടേമായ 2 കുറച്ചാൽ 2 കിട്ടുന്നു. തേർഡ് ടേം മൂന്നാമത്തെ പദം 8, അതിൽ നിന്ന് തൊട്ട് പുറകിലുള്ള സംഖ്യ രണ്ടാമത്തെ പദം 4 കുറച്ചിരിക്കുന്നു. 4 കിട്ടിയത്. ആദ്യം 2 കിട്ടി, പിന്നെ 4 കിട്ടി. അടുത്തത് 16-ൽ നിന്ന് 8 കുറച്ചാൽ എത്ര കിട്ടും? 8 ആയിരിക്കും കിട്ടുക. അപ്പോൾ ഒരേ സംഖ്യ ഫിക്സഡ് നമ്പറാണോ കിട്ടുന്നത്? അല്ല എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയല്ല. ഈ ശ്രേണിയിലെ ഓരോ പദത്തിൽ നിന്നും തൊട്ടു പുറകിലത്തെ പദം കുറയ്ക്കുമ്പോൾ ഡിഫറൻറ്റ് നമ്പേഴ്സ്, വ്യത്യസ്ത സംഖ്യകളാണ് കിട്ടുന്നത്, ഫിക്സഡ് നമ്പർ അല്ല കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സമാന്തര ശ്രേണിയല്ല. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് പാർട്ട് നോക്കാം. 5ാമത്തെ പാർട്ട്, സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. എന്നുവെച്ചാൽ എന്താണ്? എണ്ണൽ സംഖ്യകളുടെ വ്യുൽക്രമങ്ങളുടെ ശ്രേണി. എണ്ണൽ സംഖ്യകൾ നമുക്കറിയാം. 1, 2, 3, 4, 5, 6 അങ്ങനെ പോകുന്നതാണ് എണ്ണൽ സംഖ്യ. അതിൻ്റെ വ്യുൽക്രമം അഥവാ റെസിപ്രോക്കൽ എങ്ങനെ കണ്ടുപിടിക്കും? എണ്ണൽ സംഖ്യകൾ 1, 2, 3, 4 എന്നിങ്ങനെയാണ്. ഇതിനെ നമ്മൾ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതിയാൽ എല്ലാത്തിൻ്റെയും ടോട്ടൽ ഡിനോമിനേറ്ററായിട്ട് 1 ഉണ്ടെന്ന് നമുക്ക് കാണാം, അല്ലേ? ഇതിനെ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതുമ്പോൾ ഓരോന്നിൻ്റെയും ഡിനോമിനേറ്ററായിട്ട് അഥവാ ഛേദമായിട്ട് 1 ഉണ്ട്. അപ്പോൾ ഇതിനെ ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. 1/1, 2/1, 3/1, 4/1 എക്സെട്ര. 1 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മാറ്റം വരുന്നില്ല. അതുകൊണ്ട് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതുമ്പോൾ ഇതിനെ ഇങ്ങനെയാണ് എഴുതുക. ഇത് നേരെ തിരിച്ച് പറയുന്നത് ഛേദത്തിനെ അംശമാക്കിയും അംശത്തിനെ ഛേദമാക്കിയും. അതായത് ഡിനോമിനേറ്റർ മേളിൽ വരും, ന്യൂമറേറ്റർ ആവും. ന്യൂമറേറ്റർ താഴെ പോയി ഡിനോമിനേറ്റർ ആവും. അതിനെയാണ് നമ്മൾ റെസിപ്രോക്കൽസ് എന്ന് പറയുന്നത്. നേരെ തിരിച്ചെഴുതുന്നു. 1/1 ഞാൻ തിരിച്ചെഴുതിയാലും എന്ത് തന്നെയാണ്? 1/1 തന്നെയാണ്. 2/1 ഞാൻ പക്ഷേ തിരിച്ചെഴുതുമ്പോൾ എന്താവും? 1/2. 3/1 ആയാലോ? 1/3. 4/1 1/4. അപ്പോൾ വിൽക്രമങ്ങളുടെ ശ്രേണി എങ്ങനെ വരും? 1/1, 1/2, 1/3, 1/4 എക്സെട്ര. ഇതാണ് അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയാണോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടത്. എങ്ങനെ പരിശോധിക്കും? സെക്കൻഡ് ടേം എടുക്കുക, ഫസ്റ്റ് ടേം കുറയ്ക്കുക, ഒരു സംഖ്യ കിട്ടും. തേർഡ് ടേം എടുക്കുക, സെക്കൻഡ് ടേം കുറയ്ക്കുക, വേറൊരു സംഖ്യ കിട്ടും. ആ സംഖ്യകൾ സെയിം ആണോ എന്ന് നോക്കുക. അങ്ങനല്ലേ? അങ്ങനെയാണ് നമ്മൾ ശ്രേണി എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കുന്നത്. നോക്കാം. 1/2 സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേമായ 1/1 കുറച്ചിരിക്കുന്നു. ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 വരും. ഡിനോമിനേറ്റർ 2 ആയിട്ട് എടുക്കും. 1ൻ്റെ 2ഉം 1ൻ്റെ 1ഉമാണ്. അതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. 2 × 1. 2 ഡിനോമിനേറ്റർ ആവും, ഛേദമാകും. അംശത്തിൻ്റെ ഭാഗത്ത്, ന്യൂമറേറ്ററിൻ്റെ ഭാഗത്ത് 1 - 2 വരും, അല്ലേ? 1 - 2 വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 ഉള്ളതുകൊണ്ട് ഡിനോമിനേറ്റർ കൊണ്ട് അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുകയാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ ചെയ്താലും കിട്ടും. പല മാർഗ്ഗങ്ങളുണ്ട് നിങ്ങൾ പഠിച്ചേക്കുന്നത്. അതിലേതെങ്കിലും നിങ്ങൾക്ക് പരിചിതമായ മാർഗ്ഗം ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മൾ കണ്ടത് -1/2 എപ്പോഴാണ് കിട്ടിയത്? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചപ്പോൾ -1/2 കിട്ടി. ഇനി തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം കുറച്ചാലും അത് തന്നെ കിട്ടുമെങ്കിൽ സമാന്തര ശ്രേണി ആകാം. നോക്കാം. തേർഡ് ടേം 1/3 ആണ്. അതിൽ നിന്ന് തൊട്ട് പുറകിലുള്ള സെക്കൻഡ് ടേം രണ്ടാം പദം കുറച്ചിരിക്കുന്നു, 1/2. ഇപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററുകൾ 3ഉം 2ആണ്. ചോട്ടി വന്നേക്കുന്ന ഛേദമായിട്ട് വന്നേക്കുന്നത് 3ഉം 2ആണ്. അതിനെ മൾട്ടിപ്ലിക്കേഷൻ നടത്തി 3 × 2 6 എന്ന് പറയുന്ന കോമൺ ഡിനോമിനേറ്ററായിട്ട് എടുത്തു. 2 കൊണ്ട് അപ്പുറത്തെ 1നെ മൾട്ടിപ്ലൈ ചെയ്തു. 2 - 3 കൊണ്ട് ഇപ്പുറത്തെ 1നെ 3. അപ്പോൾ 2 - 3/6 എന്ന് കിട്ടി. 2ൽ നിന്ന് 3 പോയാൽ എത്രയാണ്? 2 ചെറിയ സംഖ്യയാണ്. അതിൽ നിന്ന് വലിയ സംഖ്യയായ 3 ആണ് കുറയ്ക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് നമ്പർ ആയിരിക്കും കിട്ടുക. വലുത് കുറയ്ക്കുമ്പോൾ നെഗറ്റീവ് നമ്പർ കിട്ടും, അല്ലേ? അത് തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. അത് നെഗറ്റീവ് ആയിരിക്കും. -1 കിട്ടി. ഇത് രണ്ട് സെയിം ആണോ? ആദ്യം കിട്ടിയത് തന്നെയാണോ? ആദ്യം എത്ര കിട്ടിയത്? -1/2. റെഡ് റൗണ്ടിൽ കാണിച്ചിട്ടുണ്ട്. -1/2 ആണ് ആദ്യം കിട്ടിയത്. ഇപ്പം കിട്ടിയതോ? -1/6. രണ്ട് നമ്പറാണ്, അല്ലേ? അതുകൊണ്ട്
ഓരോ പദത്തിൽ നിന്നും തൊട്ടുപിറകിലത്തെ പദം കുറയ്ക്കുമ്പോൾ വ്യത്യസ്തമായ സംഖ്യകളാണ് കിട്ടുന്നത്. അതുകൊണ്ട് എങ്ങനെയുള്ള ശ്രേണിയാണ്? സാധാരണ ശ്രേണിയാണ് അല്ലേ? സമാന്തര ശ്രേണിയാണോ? സമാന്തര ശ്രേണി അല്ല. അപ്പോൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ 5 പാർട്ടും നോക്കിക്കഴിഞ്ഞു. ഇനി പേജ് 18 രണ്ടാമത്തെ ചോദ്യം പുസ്തകം കൂടി എടുത്തു വെച്ചിട്ട് നോക്കുക. 18 പേജിൽ പറയുന്നുണ്ട് രണ്ടാമത്തെ ചോദ്യം. ലുക്ക് അറ്റ് ദീസ് പിക്ചേഴ്സ്. കുറേ സ്ക്വയേഴ്സ് ചേർന്നിട്ടുള്ള പിക്ചറുകൾ കൊടുത്തിരിക്കുന്നു. ഇഫ് ദി പാറ്റേൺ ഈസ് കണ്ടിന്യൂഡ്, ഡു ദി നമ്പേഴ്സ് ഓഫ് കളേർഡ് സ്ക്വയേഴ്സ് ഫോം ആൻ അരിത്തമെറ്റിക് സീക്വൻസ്, ഗിവ് റീസൺസ്. ഈ പാറ്റേൺ ഇങ്ങനെ തുടർന്ന് പോയാൽ കളർ ചെയ്തേക്കുന്ന പച്ച നിറത്തിൽ കാണിച്ചേക്കുന്ന സ്ക്വയേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കുക. അതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണോ ഫോം ചെയ്യുന്നതെന്ന് നോക്കുക. ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ചിത്രങ്ങളിലെ നിറം കൊടുത്ത ചെറു സമചതുരങ്ങളുടെ എണ്ണം സമാന്തര ശ്രേണിയാണോ? എന്തുകൊണ്ട്? എളുപ്പമാണ്, എണ്ണി നോക്കിയാൽ മതി അല്ലേ? ആദ്യത്തെ പടം എടുത്തിട്ട് എണ്ണി നോക്കിയേ, എത്ര ചെറിയ സമചതുരങ്ങളുണ്ട് അതിൽ? ഏറ്റവും ചോട്ടിൽ നിന്ന് തുടങ്ങാം. 3, 1, 2, 3. തൊട്ടുമേളിൽ കളർ ചെയ്ത 2 എണ്ണം, 3ഉം 2ഉം 5. അതിന് മേളിൽ വീണ്ടും 3, 5ഉം 3ഉം 8. അപ്പോൾ ആദ്യത്തെ പിക്ചറിൽ കളർ ചെയ്ത എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? 8 എണ്ണം, 8. രണ്ടാമത്തതിലോ ഏറ്റവും ചുവട്ടിൽ 1, 2, 3, 4, 4. അതിന് മേളിൽ 2, 4ഉം 2ഉം 6, വീണ്ടും 2, 6ഉം 2ഉം 8, വീണ്ടും 4, 12. ശരിയാണോ? രണ്ടാമത്തെ ഒന്നുകൂടെ എണ്ണി നോക്കിക്കേ, 12 ചെറിയ സമചതുരങ്ങളാണോ അതിലുള്ളത്? അതെ, 12. അടുത്തതിലോ ഏറ്റവും ചുവട്ടിൽ 1, 2, 3, 4, 5 ചെറിയ സമചതുരങ്ങൾ. അതിന് മേളിൽ 2, 5ഉം 2ഉം 7, വീണ്ടും 2, 7ഉം 2ഉം 9, വീണ്ടും 2, 9ഉം 2ഉം 11, പിന്നെ ഒരു 5, 11ഉം 5ഉം 16 അല്ലേ? അപ്പോൾ ഇതിൻ്റെ ശ്രേണി എങ്ങനെ പോകുന്നു? 8, 12, 16, അടുത്ത് വരുമ്പോൾ എത്രയായിരിക്കും? 20 ആയിരിക്കും. ആ ക്രമത്തിലാണ് പോകുന്നത് അല്ലേ? 4 വീതം കൂടിയാണ് പോകുന്നത്. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ 4 കിട്ടും. തേർഡ് ടേമായ 16 നിന്ന് സെക്കൻഡ് ടേമായ 12 കുറച്ചാലും 4 തന്നെ കിട്ടും. ഫിക്സഡ് നമ്പറല്ലേ കിട്ടുന്നത്? ഏത് ടേം എടുത്തിട്ടും തൊട്ടുപുറകിലത്തെ ടേം കുറയ്ക്കുമ്പോൾ ഒരു ഫിക്സഡ് നമ്പറാണ് കിട്ടുന്നത് ആണല്ലോ. അതിൻ്റെ അർത്ഥം എന്താണ്? അരിത്തമാറ്റിക് സീക്വൻസ് ഓർ സമാന്തര ശ്രേണിയാണ് ഈ കണ്ടേക്കുന്നത് അല്ലേ? കോമൺ ഡിഫറൻസ് എത്രയാണ് ഇതിൻ്റെ? അഥവാ പൊതുവ്യത്യാസം എത്രയാണ്? 4 പൊതുവ്യത്യാസം 4 ഒരു സമാന്തര ശ്രേണിയുടെ രൂപത്തിലാണിത് പോകുന്നത്. വ്യക്തമായല്ലോ? ഇനി മൂന്നാമത്തെ ചിത്രം നോക്കുക. മൂന്നാമത്തെ ചോദ്യം നോക്കുക, പേജ് 18 തന്നെ. അതും ഒരു ചിത്രം വെച്ചിട്ടുള്ള ചോദ്യമാണ്. സി ദ പിക്ചേഴ്സ് ബിലോ. കുറേ സമചതുരങ്ങൾ ചേർത്ത് ചതുരങ്ങളായിട്ടൊക്കെ കൊടുത്തിരിക്കുന്നു. ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ഈച്ച് റെക്റ്റാങ്കിൾ. ഓരോ റെക്റ്റാങ്കിളിലും എത്ര ചെറിയ സമചതുരങ്ങളുണ്ട് അല്ലേ? ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്, വലിയ സ്ക്വയറുകൾ എത്രയുണ്ട്? ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ, മൊത്തത്തിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? കണ്ടിന്യൂയിങ് ദിസ് പാറ്റേൺ ഈസ് ഈച്ച് സച്ച് സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആൻഡ് അരിത്തമാറ്റിക് സീക്വൻസ്. ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണോ? ഓരോ ചതുരത്തിലും എത്ര ചെറിയ സമചതുരങ്ങളുണ്ട്, എത്ര വലിയ സമചതുരങ്ങളുണ്ട്, രണ്ടുകൂടെ ചേർത്ത്, വലുതും ചെറുതൂടെ ചേർത്ത് ആകെ എത്ര സമചതുരങ്ങളുണ്ട്? ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ഓരോ ശ്രേണിയും സമാന്തര ശ്രേണിയാണോ എന്നതാണ് ചോദ്യം. നോക്കാം അല്ലേ? ഒന്നാമത്തെ എടുത്തേ. അതിലാദ്യം ചോദിച്ചേക്കുന്നത് ചെറിയ സമചതുരങ്ങൾ അഥവാ സ്മോൾ സ്ക്വയേഴ്സ് എത്രയുണ്ടെന്നാണ്. എത്രയുണ്ട്? ആദ്യത്തെ ചിത്രത്തിൽ നോക്കിയേ, ചെറിയ സമചതുരങ്ങൾ എത്രയുണ്ട്? 2 എണ്ണം. പെട്ടെന്ന് എണ്ണിയെടുക്കാവുന്നേ ഉള്ളൂ അല്ലേ? മേളിലൊന്ന് താഴെയൊന്ന്. അപ്പോൾ ഇതിൽ 2. അടുത്തതിലോ 1, 2, 3, 4 എണ്ണം. അടുത്തതിൽ 1, 2, 3, 4, 5, 6 എണ്ണം. അടുത്തതിൽ 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം അല്ലേ?
അപ്പോൾ ഈ സീക്വൻസ് എങ്ങനെ വരും? 2, 4, 6, 8 എക്സെട്ര എന്ന് വരും അല്ലേ? ഇത് സമാന്തര ശ്രേണിയാണോ? അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? 2 വീതം കൂടി പോകുന്നു. 2, 2 കൂടിയ 4, വീണ്ടും 2 കൂടിയ 6, 2 കൂടിയ 8. അതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 2 ആണ്. ഇനി വലിയ സമചതുരങ്ങൾ എത്രയുണ്ടെന്ന് നോക്കാം. ആദ്യത്തെ ഫിഗറിൽ, ചിത്രത്തിൽ വലിയ സമചതുരങ്ങളൊന്നുമില്ല, 2 ചെറിയ സമചതുരങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിൽ 0, വലിയ സമചതുരം 0, ഒന്നുമില്ല. രണ്ടാമത്തെ നോക്കിയേ, ഈ 4 ചെറിയ സമചതുരങ്ങൾ അല്ലെങ്കിൽ സ്ക്വയേഴ്സ് ചേർന്നിട്ട് ഒരു വലിയ സമചതുരമായിട്ടുണ്ട് അല്ലേ? 4 ചെറിയ സ്ക്വയേഴ്സ് ചേർന്ന് ഒരു വലിയ സ്ക്വയർ ഫോം ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കിയാലോ? നോക്കാം. ഇതൊരു വലിയ സ്ക്വയർ അല്ലേ? ഇപ്പോൾ എത്രയുണ്ട് വലിയ സ്ക്വയർ? ഇതിനകത്ത് ഒരു വലിയ സ്ക്വയർ ഉണ്ട്. ഇനി അടുത്ത ചിത്രം നോക്കിയേ, അതിലെത്ര വലിയ സ്ക്വയേഴ്സ് ഉണ്ട്? മനസ്സിലാകുന്നുണ്ടോ? ഇടത് സൈഡിൽ നിന്ന് പറഞ്ഞുകൊണ്ട് വലത് സൈഡിൽ നിന്ന് പറഞ്ഞുകൊണ്ട്. മനസ്സിലായില്ലെങ്കിൽ സൂക്ഷിച്ച് നോക്കുക, നമുക്ക് ഷെയ്ഡ് ചെയ്യാം. ഇതൊരു സ്ക്വയറാണ് അല്ലേ? 4 ചേർന്ന് വരുന്ന ഒരു സ്ക്വയർ. അത് പോട്ടെ. ഇനി ഏതാണ്? ഇങ്ങേ സൈഡിൽ നിന്ന്, വലത് സൈഡിൽ നിന്ന് തുടങ്ങുന്ന ഇങ്ങനെ വരുന്ന ഒരു സ്ക്വയറും ഉണ്ട്. അപ്പോൾ അതിലെത്ര സ്ക്വയേഴ്സ് ഉണ്ട്? ഇടത്തിൽ നിന്ന് വരുന്ന ഒരെണ്ണം, വലത്തിൽ നിന്ന് വരുന്ന ഒരെണ്ണം, 2 വ്യക്തമാകുന്നുണ്ടല്ലോ അല്ലേ? ഇനി അടുത്ത ഫിഗർ നോക്കിയേ, അതിലെത്ര എണ്ണം ഉണ്ട്? ആലോചിച്ചാൽ പെട്ടെന്ന് കിട്ടുന്നതേ ഉള്ളൂ. ഷെയ്ഡ് ചെയ്ത് നോക്കണോ? നോക്കാം. 1 അല്ലേ? ഇതൊരെണ്ണം. പിന്നെ നടുക്ക് ഭാഗത്ത് വരുന്ന ഒരു സെറ്റ്, വലത് ഭാഗത്ത് വരുന്ന ഒരു സെറ്റ്. എത്രയുണ്ട്? 3 സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ സീക്വൻസ് എങ്ങനെയാണ് പോവുക? 0, 1, 2, 3, 4, 5 അങ്ങനെ പോകും. എത്ര വീതം കൂടി പോകുന്നു? 1 വീതം കൂടി പോകുന്നു. അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയാണോ? ആണ്. കാരണം 1 വീതം കൂടി പോകുന്നു. അപ്പോൾ അതിൻ്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ്? കോമൺ ഡിഫറൻസ് ഏത് സംഖ്യയാണോ കൂടിപ്പോകുന്നത് അത് അല്ലേ? എത്രയത്? 1 ആണ്. ഇനി അടുത്ത ചോദിച്ചേക്കുന്നത് ചെറുതും വലുതും കൂടെ ചേർന്ന് എത്രയുണ്ട് എന്നുള്ളതാണ്. ചെറിയ സമചതുരങ്ങൾ നമ്മൾ ആദ്യം സീക്വൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? എത്ര വീതമായിരുന്നു? 2, 4, 6, 8 ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ, 2, 4, 6, 8 എന്നിങ്ങനെയാണ് ചെറിയ സമചതുരങ്ങൾ ഓരോന്നിലും ഉള്ളത്. വലുത് എത്ര വീതമായിരുന്നു? 0, 1, 2, 3 ഓർമ്മയുണ്ടല്ലോ? അപ്പോൾ വലിയ സമചതുരങ്ങൾ 0, 1, 2, 3 അങ്ങനെയാണ് പോയത്. 2 കൂടെ ചേർന്ന് എത്ര ഉണ്ടെന്ന് അറിയാൻ ഇതോരോന്നും കൂട്ടി എടുത്താൽ പോരെ? നമുക്ക് നോക്കാം. അതിൻ്റെ തുക എത്ര വരും, സം എത്ര വരും എന്ന് നോക്കാം. 2, 4, 6, 8 ആദ്യം വന്നത്. അതിൻ്റെ കൂടെ കൂട്ടണം. ഒരു പ്ലസ് ഇട്ടിട്ട് ഏത് കൂട്ടണം? 0, 1, 2, 3 എന്നുള്ളത് കൂട്ടണം അല്ലേ? അപ്പോൾ ആകെ സമചതുരങ്ങൾ ഓരോന്നിലുള്ളത് കിട്ടും. എത്ര കിട്ടും അത്? 2, 0, 2, 4, 1, 5, 6, 2, 8, 8, 3, 11. ചോട്ടിലോട്ട് നോക്കിയാൽ മതി. അതാണ് ഞാൻ പറയുന്നത്. 2, 0, 2, 4, 1, 5, 6, 2, 8, 8, 3, 11. അപ്പോൾ ആ ശ്രേണി എങ്ങനെ വരും? 2, 5, 8, 11 അങ്ങനെ പോകും അല്ലേ? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയാണോ? ഒരേ സംഖ്യയാണോ കൂടിപ്പോകുന്നതെന്ന് നോക്കി. 2ൻ്റെ കൂടെ എത്ര കൂട്ടി? 5 കിട്ടി. 3. അതിൻ്റെ കൂടെ എത്ര കൂട്ടി? 8 കിട്ടി. വീണ്ടും 3. അതിൻ്റെ കൂടെ എത്ര കൂട്ടിയപ്പോൾ 11 കിട്ടി. 8ഉം 3ഉം 11. അപ്പോൾ 3 വീതം കൂടി പോകുന്നു അല്ലേ? അതുകൊണ്ട് ഇത് പൊതുവ്യത്യാസം 3 ഒരു സമാന്തര ശ്രേണി അഥവാ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി 4ാമത്തെ ചോദ്യം നോക്കാം. 4ാമത്തെ ചോദ്യം കണ്ടോ?
പേജ് 18 തന്നെയാണ്. ചോദ്യം ഞാനൊന്ന് വായിക്കാം. ഇൻ ദി staircase shown here, the height of the first step is 10 centimeters and the height of each step after it is 17.5 centimeters. ഒന്നാമത്തെ ചോദ്യം, ഹൗ ഹൈ ഫ്രം ദി ഗ്രൗണ്ട് വുഡ് ബി someone climbing up after each step? രണ്ടാമത്തത്, റൈറ്റ് ദീസ് നമ്പേഴ്സ് ആസ് എ സീക്വൻസ്. മനസ്സിലായോ? ചിത്രത്തിലെ പടിക്കെട്ടിൽ ആദ്യ പടിയുടെ ഉയരം 10 സെൻറ്റിമീറ്ററാണ്. 10 സെൻറ്റിമീറ്റർ കയറിയാൽ ആദ്യത്തെ പടിയെ കയറി നിൽക്കാം. പിന്നീടുള്ള ഓരോ പടിക്കും 17.5 സെൻറ്റിമീറ്റർ വീതം ഉയരമുണ്ട്. ഒരാൾ ഓരോ പടി കയറുമ്പോഴും അയാൾ തറയിൽ നിന്ന് എത്ര ഉയരത്തിലായിരിക്കും? ഈ ഉയരങ്ങളുടെ ശ്രേണി എഴുതുക എന്നാണ് ചോദ്യം. ചെയ്ത് നോക്കാം. ആദ്യം പടി വരട്ടെ അല്ലേ? ഇനി ആദ്യത്തെ സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് എത്രയാണ് ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത്? 10. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കയറി നിൽക്കുന്ന ആൾ എത്ര ഹൈറ്റ് കയറും? 10 സെൻറ്റിമീറ്റർ ആണോ? 10 സെൻറ്റിമീറ്റർ. അതെ, 10 സെൻറ്റിമീറ്റർ ഹൈറ്റ് കയറും അല്ലേ? അത് കഴിഞ്ഞ് ഓരോന്നും 17.5 വെച്ചാണ്. കൂട്ടി എടുത്താൽ മതിയല്ലോ. 17.5. അപ്പോൾ അതുകൂടെ കയറി കഴിഞ്ഞാൽ എത്ര വരും? 10 കയറി പിന്നെ ഒരു 17.5 കൂടെ കയറി. രണ്ടുകൂടെ കൂട്ടിയാൽ പോരെ? 10 + 17.5 27.5 അല്ലേ? 17.5 10 27 സെൻറ്റിമീറ്റർ ഹൈറ്റിലെത്തും അവിടെ കയറി കഴിയുമ്പോൾ. വീണ്ടും അടുത്തത് 17.5 സെൻറ്റിമീറ്റർ ഉയരം. അതുകൂടെ കയറി കഴിയുമ്പോഴോ ഇപ്പം 27.5 കയറിയിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഒരു 17.5 കൂടെ കയറണം. 27.5 17.5 27.5 + 17.5 എത്ര വരും? 45. ശരിയല്ലേ? കൂട്ടി നോക്കുക. വീണ്ടും അടുത്ത സ്റ്റെപ്പ്, അതും 17.5. ഓരോ സ്റ്റെപ്പും 17.5. അപ്പോൾ ഇപ്പോൾ കയറിയേക്കുന്നത് 45 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ്. അവിടുന്ന് വീണ്ടും 17.5 കൂടുന്നു. 45ഉം 17.5 45 + 17.5 62.5 62.5 സെൻറ്റിമീറ്റർ മുകളിലെത്തി. സ്റ്റെപ്പുകൾ തീരുന്നില്ല, രണ്ടുകൂടെ ഉണ്ട്. വീണ്ടും 17.5. അപ്പോൾ 62.5 കയറിയതിൽ നിന്ന് വീണ്ടും 17.5 62.5 + 17.5 80 വരും അല്ലേ? ഏറ്റവും മുകളിൽ കയറി കഴിയുമ്പോഴോ ഏറ്റവും മുകളിലെത്തുമ്പോൾ 80 കൂടി വീണ്ടും 17.5 കൂട്ടണം. 97.5 വരും. അപ്പോൾ ആ ശ്രേണി എങ്ങനെയാണ് പോകുന്നത്? ചോട്ടിൽ നിന്ന് നോക്കിയാൽ മതി. റെഡ് കളറിൽ കാണിച്ചേക്കുന്ന ഓരോന്നായിട്ട് എടുത്ത് നോക്കിയാൽ മതി. 10 27.5 45 62.5 80 97.5 അങ്ങനെയാണ് ആ സീക്വൻസ് പോകുന്നത് അല്ലേ? നമുക്ക് നോക്കാം ഉയരങ്ങളുടെ ശ്രേണി എങ്ങനെയാണ് വരുന്നതെന്ന്. ഇതല്ലേ 10 27.5 45 62.5 80 97.5 എക്സെട്ര. ഇതെത്ര വീതം കൂടി പോകുന്നു? സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് അനുസരിച്ച് കൂടി പോകുന്നു. അതെത്രയാണ്? 17.5 17.5 അല്ലേ? അപ്പോൾ ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. കോമൺ ഡിഫറൻസ് 17.5 17.5 ആകുന്ന ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ഇത് പൊതുവ്യത്യാസം 17.5 ആയ സമാന്തര ശ്രേണിയാണ്. ക്ലിയർ അല്ലേ? വളരെ എളുപ്പമാണ്. ഇനി അടുത്ത പേജിൽ 19ാമത്തെ പേജിലെ 5ാമത്തെ ചോദ്യം കണ്ടല്ലോ. പുസ്തകം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. അത് നോക്കി വേണം നമ്മൾ ചെയ്തു പോകാൻ. നോട്ട്ബുക്കിൽ ചെയ്തു പോകണം. ഇൻ ദിസ് പിക്ചർ ദി പെർപെൻഡിക്കുലേഴ്സ് ടു ദി ബോട്ടം ലൈൻ ആർ ഈക്വലി സ്പേസ്ഡ്. പ്രൂവ് ദാറ്റ് കണ്ടിന്യൂയിങ് ലൈക്ക് ദിസ് ദി ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലേഴ്സ് ഫോം ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. ചിത്രത്തിൽ ചോട്ടിൽ നിന്ന് മുകളിലേക്ക് നീല വരകൾ വരച്ചേക്കുന്നു അല്ലേ? ഒരേ അകലത്തിലാണ് ആ വരകൾ വരച്ചേക്കുന്നത്. ഒരേ അകലത്തിൽ. ഇങ്ങനെ തുടരുന്ന ലംബങ്ങളുടെ നീളം സമാന്തര ശ്രേണിയിലാണെന്ന് തെളിയിക്കണം. ഇതിന് നമ്മൾ 9ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ ഒക്കെ പഠിച്ച ചില വസ്തുതകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. എന്താണെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ ഇതിനകത്ത് ആദ്യം ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ? നീലവര, ആദ്യത്തെ നീലവരയുടെ ഇപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. കാണുന്നുണ്ടോ? അത് കാണുന്നില്ലേ? ഇത് ഇപ്പം നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടത് അതൊരു ട്രയാങ്കിളാണ് അല്ലേ? ആ ഒരു ട്രയാങ്കിൾ ഇതിലുള്ളോ? ഇതങ്ങോട്ട് മാറിയിരിക്കട്ടെ. രണ്ടാമത്തെ വര ചേർത്ത് ഒരു ട്രയാങ്കിൾ ഉണ്ടാവുന്നില്ലേ? കണ്ടല്ലോ. അതിൻ്റെ എല്ലാം ഇടതുവശത്ത് ഒരേ ആംഗിളാണ്, ശ്രദ്ധിക്കുക. ഇടതുവശത്ത് വരുന്ന ആംഗിൾ സെയിം ആണ്. ലംബ വര ആയതുകൊണ്ട് ചോട്ടിൽ വരുന്ന ആംഗിളും 90 ആയിരിക്കും എല്ലാത്തിൻ്റെയും. അപ്പോൾ രണ്ട് ആംഗിൾ സെയിം ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിളും സെയിം ആവണം, എന്നാലേ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടും. 180 കിട്ടണം. ട്രയാങ്കിളാണ്, ത്രികോണമാണ്. 3 കോണുകളിലൂടെ കൂട്ടുമ്പോൾ 180 കിട്ടണം. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്ന എല്ലാ ട്രയാങ്കിൾസിൻ്റെയും ഇടതുവശത്തെ ആംഗിളും കോണും ലംബ വര പെർപെൻഡിക്കുലർ ലൈൻ വരുന്നിടത്തെ ആംഗിളും സെയിം ആണ്. ഒന്ന് 90 ആണ്, ഒന്ന് എത്രയാണെന്ന് നമുക്കറിയില്ല, പക്ഷേ സെയിം ആണ്. അപ്പോൾ അത് രണ്ട് സെയിം ആയതുകൊണ്ട് മൂന്നാമത്തെ ആംഗിളും സെയിം ആയിരിക്കണം, എന്നാലേ എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരേ സംഖ്യ കിട്ടും, 180 കിട്ടും. അപ്പോൾ 2 ട്രയാങ്കിൾസായി. അതിനെ ഇങ്ങോട്ട് മാറ്റി. ഇനി മൂന്നാമത്തെ വര ചേർത്ത് കൊണ്ടല്ലോ ഒരു ട്രയാങ്കിൾ, കണ്ടോ? അതിൻ്റെയും ഇടതുവശത്ത് കാണുന്ന കുഞ്ഞ് ആംഗിളും പെർപെൻഡിക്കുലർ ലൈൻ വരുന്ന 90യും സെയിം ആണ്. അതുകൊണ്ട് മുകളിലത്തേതും സെയിം ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം ആംഗിൾസ് സെയിം ആയ ട്രയാങ്കിൾസാണ് അല്ലേ? വേറെ പ്രത്യേകത കൂടെ ഉണ്ട്. ഇതിൻ്റെ ലെങ്ത് കൂടിക്കൂടി പോകുന്ന ഒരേ അകലം വെച്ചിട്ടാണ് അല്ലേ? ഈ നീല വരകളെല്ലാം ഒരേ അകലത്തിലാണ് എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചുവടുവശം ബേസ് കൂടിക്കൂടി പോകുന്നത് ഒരു നിശ്ചിത അകലം വെച്ചിട്ട് തന്നെയാണ്. ഒരു ട്രയാങ്കിളോട് എടുത്ത് നോക്കാം അല്ലേ? ഇതിൻ്റെയും ഇടതുവശത്തെ ആംഗിളും ഒരു 90 ഡിഗ്രി വരുന്നുണ്ട്. അതുകൊണ്ട് മുകളിലത്തെ സെയിം ആയിരിക്കും. 4 ട്രയാങ്കിൾസ് നമ്മൾ നോക്കി മതി. ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്താണ്? 3 ആംഗിളുകളും സെയിം ആണ് അല്ലേ? ഇടതുവശത്തുള്ള ആ കൂർത്തു വരുന്ന ആംഗിളും ഒന്ന് 90 ആണ്. അതുകൊണ്ട് മുകളിലത്തെ ആംഗിളും സെയിം ആയിരിക്കും. 2 ആംഗിളുകൾ സെയിം ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിളും സെയിം ആയിരിക്കും. എന്തുകൊണ്ടാണ്? എന്നാലേ അതിൻ്റെ സം 180 കിട്ടൂ. കൂട്ടുമ്പോൾ 180 കിട്ടണം. ത്രികോണത്തിൻ്റെ അകത്തെ കോണുകൾ കൂട്ടുമ്പോൾ 180 കിട്ടണം. അപ്പോൾ 2 ആംഗിൾ സെയിം ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ സെയിം ആയിരിക്കും. അപ്പോൾ ഈ 4 ട്രയാങ്കിൾസ് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ത്രികോണങ്ങൾ. അവയുടെ എല്ലാം ആംഗിൾസ് സെയിം ആണ്, പക്ഷേ വലിപ്പം വ്യത്യാസമുണ്ട്. ഇങ്ങനെയുള്ള ട്രയാങ്കിൾസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഈ ട്രയാങ്കിൾസിന് എന്ത് പറയും? സദൃശ്യ ത്രികോണം അഥവാ സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയും. ഒരേ ആംഗിൾ പക്ഷേ സൈഡ്സ് വ്യത്യാസമുണ്ട്. ഇവയുടെ വേറൊരു പ്രത്യേകത എന്താണ്? ഇവയുടെ എല്ലാം സൈഡ്സ് ഒരേ പ്രൊപ്പോർഷനിലേ വലുതാവും. ബേസ് എങ്ങനെ വലുതാകുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും ഹൈറ്റും ഹൈപ്പോട്ടന്യൂസ് കർണമായിട്ട് വരുന്ന ഭാഗവും എല്ലാം വലുതാവുന്നത്. ഇത് റൈറ്റ് ആംഗിൾഡ് ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിലും അങ്ങനെ തന്നെ വരും. അപ്പോൾ ബേസ് ഒരേ അളവിലാണോ കൂടിക്കൂടി വരുന്നത്? ആണ്. എന്തുകൊണ്ടാണ്? ആ നീല വരകളെല്ലാം ഒരേ അകലത്തിലാണ്. അത് ആദ്യത്തെ എക്സ് ആണെങ്കിൽ രണ്ടാമത്തേത് എക്സ് ആണ്. ഇപ്പോൾ 1 എക്സ് ആണെങ്കിൽ അടുത്ത 2x, അടുത്ത് വരുമ്പം 3x, പിന്നെ വരുമ്പോൾ 4x, അങ്ങനെ ബേസ് കൂടി വരുന്നത് അല്ലേ? നമ്മൾ ആദ്യത്തേതിൻ്റെ എക്സ് എന്ന് എടുത്താൽ രണ്ടാമത്തേൻ്റെ എത്ര വരും? 2 നീല വരയുണ്ടല്ലേ? ആദ്യത്തെ ഒരു എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ 2x ഉണ്ട്. മൂന്നാമത്തെ വരുമ്പോൾ എത്രയുണ്ട്? 3 വരകളുണ്ട്. അപ്പോൾ 3x ഉണ്ട് ബേസ്. നാലാമത്തെ എത്രയുണ്ട്? 4 വരകളുണ്ട്. അപ്പോൾ 4x ഉണ്ട്. ഇപ്പോൾ ഒരു എക്സ് വീതം കൂടിയാണ് പോകുന്നത് അല്ലേ? 1x, 2x, 3x, 4x. അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണല്ലോ. എല്ലാത്തിൻ്റെ ഇവിടെ എക്സ് കൂടി പോകുന്നു. കോമൺ ഡിഫറൻസ് എക്സ് ആയിട്ട് വരും. അപ്പോൾ ഹൈറ്റും എങ്ങനെയായിരിക്കും? അതിൻ്റെ ഇടതുവശത്തെ ലംബ വര നീല വരകളും എങ്ങനെ തന്നെയായിരിക്കും? അതേ അനുപാതത്തിൽ അതേ റേഷ്യോയിലായിരിക്കും കൂടുക അല്ലേ? സിൻസ് ദീസ് ആർ സിമിലർ ട്രയാങ്കിൾസ്, their sides are proportional, so perpendicular lengths are in arithmetic sequence. അതുകൊണ്ട് ആ നീല വരകളും കൂടുന്നത് ഒരേ ക്രമത്തിലായിരിക്കും. ബേസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് അങ്ങനെയാണ് കൂടിപ്പോകുന്നത്. എക്സ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്താൽ ഒരേ സംഖ്യയാണ് കൂടി പോകുന്നത്. കാര്യം അതെല്ലാം ഒരേ അകലത്തിലായതുകൊണ്ട്. അപ്പോൾ ഇത് സിമിലർ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് ബേസ് എങ്ങനെ കൂടുന്നോ അതേ പ്രൊപ്പോർഷണലേ ഹൈറ്റും
കൂടൂ. അതുകൊണ്ട് അതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആയിരിക്കും. സദൃശ്യ ത്രികോണങ്ങളായതിനാൽ അവയുടെ പാദത്തിൻ്റെ നീളം കൂടുന്ന അതേ അനുപാതത്തിലാണ് ലംബഉയരവും വർദ്ധിക്കുക. അതൊരേ ക്രമത്തിലായതുകൊണ്ട് ഒരു സമാന്തര ശ്രേണി ആണ്. ഇത് വേണമെങ്കിൽ ഓരോന്നിനെ എക്സ് എന്ന് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഓരോ അകലത്തിനെ എക്സ് എന്ന് എടുത്തിട്ട് അതൊരേ പ്രൊപ്പോർഷനിലാണെന്ന് കാണിച്ചും ചെയ്യാം. ഇത് ക്ലിയർ ആണോ? സിമിലർ ട്രയാങ്കിൾസിൻ്റെ പ്രോപ്പർട്ടീസ് അറിയാമെങ്കിൽ, സദൃശ്യ ത്രികോണങ്ങളുടെ പ്രത്യേകതകൾ അറിയാമെങ്കിൽ ക്ലിയർ ആവും. അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സുകളിൽ അത് പഠിച്ചത് എടുത്ത് നോക്കേണ്ടി വരും. അതാണ് 5ാമത്തെ ചോദ്യം. ഇനി ഈ ഭാഗത്തെ അവസാനത്തെ ചോദ്യം, 6ാമത്തത്. ചോദ്യം കണ്ടോ? ദി ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് എ സീക്വൻസ് ഈസ് xn ഈക്വൽസ് n³ മൈനസ് 6n² പ്ലസ് 13n മൈനസ് 7. ഈസ് ഇറ്റ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്? ഒരു ശ്രേണിയുടെ ബീജഗണിത രൂപം xn = n³ മൈനസ് 6n² പ്ലസ് 13n മൈനസ് 7 എന്നാണ്. ഇതൊരു സമാന്തര ശ്രേണിയാണോ? ആൾജിബ്രൈക് ഫോം അഥവാ ബീജഗണിത രൂപമാണ് ഇവിടെ തന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ എന്നിന് പകരം 1 കൊടുത്താൽ എന്ത് കിട്ടണം? ഫസ്റ്റ് ടേം, 1ാമത്തെ പദം കിട്ടണം. എന്നിന് പകരം 2 കൊടുത്താൽ 2ാമത്തെ പദം. 3 കൊടുത്താൽ n 3 എടുത്താൽ എത്രാമത്തെ പദം കിട്ടണം? 3ാമത്തെ പദം. n 4 എടുത്താൽ 4th ടേം, 4ാമത്തെ പദം കിട്ടണം. അങ്ങനെയാണ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്നാണ് നാം പരിശോധിക്കേണ്ടത്. നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഓരോന്നും ആദ്യത്തെ 4 ടേംസ് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഇതാണ് ഇതിൻ്റെ ആൾജിബ്രൈക് ഫോം, അല്ലേ? xn = n³ മൈനസ് 6n² പ്ലസ് 13n മൈനസ് 7. ആദ്യം എന്നിന് പകരം നമ്മൾ 1 എന്ന് കൊടുക്കുന്നു. x1 n എന്ന് എഴുതിയേക്കുന്ന എല്ലായിടത്തും എന്നിൻ്റെ വാല്യൂ 1 എന്ന് കൊടുക്കും. അപ്പോൾ 1ാമത്തെ ടേം കിട്ടും, 1ാമത്തെ പദം കിട്ടും. നോക്കാം, അല്ലേ? എന്നിനെല്ലാം പകരം 1 എന്ന് എഴുതിയതായി കാണുന്നത്. x1, xn പകരം x1 1ാമത്തെ ടേം സമം n³ പകരം 1³ മൈനസ് 6 ഇൻറ്റു n² പകരം 1² പ്ലസ് 13 ഇൻറ്റു n പകരം 1 മൈനസ് 7. ശ്രദ്ധിച്ചാൽ കാണാം, ഓരോന്നിലും n പകരം നമ്മൾ 1 എന്ന് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. 1³ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഇൻറ്റു 1 ഇൻറ്റു 1, അല്ലേ? 1² എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1. ഓരോന്നും ഗുണിച്ച് നോക്കിയിട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് വെക്കണം. നല്ലത് കണ്ടുപിടിക്കാൻ പറ്റൂ. നമുക്ക് നോക്കാം. 1 ഇൻറ്റു 1 ഇൻറ്റു 1 1 തന്നെ, മൈനസ് 6 ഇൻറ്റു 1² 1² എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1, 6 ഇൻറ്റു 1 അത് 6 തന്നെ, മൈനസ് 6 പ്ലസ് 13 ഇൻറ്റു 1 13 തന്നെ, മൈനസ് 7. എത്ര വരും? നമുക്ക് എളുപ്പത്തിന് പോസിറ്റീവ് വരുന്ന നമ്പേഴ്സ് എല്ലാം കൂടെ കൂട്ടി ആദ്യം എഴുതാം, അല്ലേ? പ്ലസ് വരുന്നത് ഏതൊക്കെയാണ്? 1ഉം 13ഉം, 13ഉം 1ഉം, 13ഉം 1ഉം 14. മറ്റേ 6ഉം 7ഉം മൈനസ് അല്ലേ, നെഗറ്റീവാണ്. അപ്പോൾ മൈനസ് 6ഉം 7ഉം 13. 14ൽ നിന്ന് 13 പോയാൽ 1 എന്ന് കിട്ടും. അപ്പോൾ ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം 1 ആണ്. അപ്പോൾ ഒരു ആൾജിബ്രൈക് ഫോം തന്നാൽ അതിൽ എന്നിന് പകരം 1 എന്ന് കൊടുത്താൽ ഫസ്റ്റ് ടേം കിട്ടും, 2 എന്ന് കൊടുത്താൽ സെക്കൻഡ് ടേം കിട്ടും, 3 എന്ന് കൊടുത്താൽ തേർഡ് ടേം കിട്ടും. അങ്ങനെയാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നത്. ഒരു പദം കൊണ്ട് ഫസ്റ്റ് ടേം മാത്രം കിട്ടിയതുകൊണ്ട് നമുക്ക് സീക്വൻസ് എങ്ങനെയുള്ളതാണെന്ന് പറയാൻ പറ്റില്ല. ഒരു 3 or 4 ടേം എടുത്ത് നോക്കേണ്ടി വരും. സെക്കൻഡ് ടേം നോക്കാം, അല്ലേ? എന്ത് ചെയ്താൽ മതി? എന്നിന് പകരം 2 എന്ന് കൊടുക്കണം. അപ്പോൾ ഇതെങ്ങനെ വരും? x2 = 2³ n³ ആയിരുന്നു, പകരം 2³ മൈനസ് 6 ഇൻറ്റു n² പകരം 2² പ്ലസ് 13 ഇൻറ്റു n അതിന് പകരം 13 ഇൻറ്റു 2 മൈനസ് 7 മൈനസ് 7. എങ്ങനെ ചെയ്യും? 2ൻ്റെ ക്യൂബ് കാണുക. 2 ഇൻറ്റു 2 ഇൻറ്റു 2, 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8 മൈനസ് 6 ഇൻറ്റു 2², 2ൻ്റെ സ്ക്വയർ 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 6 24. അപ്പോൾ 8 മൈനസ് 24 പ്ലസ് 13 ഇൻറ്റു 2, 13ൻ്റെ ഇരട്ടി 13ൻ്റെ
ഡബിൾ ഇരട്ടി 26 മൈനസ് 7 ഇങ്ങനെയാണ് വരിക അല്ലേ? എങ്ങനെ കിട്ടിയെന്ന് ഒന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് നോക്കുക. 8 മൈനസ് 24 പ്ലസ് 26 മൈനസ് 7 എന്ന് വരും. ഇതിൽ നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സ് ആദ്യം ആഡ് ചെയ്ത് വെച്ചു. 8 പ്ലസ് 26 അല്ലേ? 8 പോസിറ്റീവാണ്, പ്ലസ് ആണ്. 26ഉം പ്ലസ് ആണ്. 26 പ്ലസ് 8 34 മൈനസ് നെഗറ്റീവ് നമ്പേഴ്സ് 24ഉം 7ഉം. 24 പ്ലസ് 7 31. രണ്ട് നെഗറ്റീവ് സംഖ്യകൾ ആഡ് ചെയ്യുമ്പോൾ കൂട്ടിയിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കുക ചെയ്യുന്നത് നമ്മൾ 9ാം ക്ലാസ്സിലും 8ലും പഠിച്ചിട്ടുണ്ട്. 24 പ്ലസ് 7 31. അപ്പോൾ 34 മൈനസ് 31 എത്ര കിട്ടി? 3 എന്ന് കിട്ടി. അപ്പോൾ സെക്കൻഡ് ടേം 3, ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 3. ഇനി തേർഡ് ടേം നോക്കാം. x3. ഇനി പെട്ടെന്ന് പറയാമല്ലോ, ഇതിൻ്റെ പാറ്റേൺ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. 3 ക്യൂബ് എന്നിന് പകരം 3 മൈനസ് 6 ഇൻറ്റു 3 സ്ക്വയർ, അവിടെയും എന്നിന് പകരം 3 പ്ലസ് 13 ഇൻറ്റു 3 വീണ്ടും എന്നിന് പകരം 3 മൈനസ് 7 എത്ര വരും? 3 ക്യൂബ് 3 ഇൻറ്റു 3 ഇൻറ്റു 3 3 ഇൻറ്റു 3 9 9 ഇൻറ്റു 3 27 6 ഇൻറ്റു 3 സ്ക്വയർ 6 ഇൻറ്റു 3 ഇൻറ്റു 3 9 9 ഇൻറ്റു 6 54 പ്ലസ് 13 ഇൻറ്റു 3 39 മൈനസ് 7. അവിടെയും പോസിറ്റീവ് നമ്പേഴ്സ് കൂട്ടി വെക്കുന്നു. 27ഉം 39ഉം കൂട്ടിയാൽ 66 എന്ന് കിട്ടും. അതിൻ്റെ സമ്മ് 66. നെഗറ്റീവ് നമ്പേഴ്സ് 54 7 മൈനസ് 54 മൈനസ് 7 61 ആണ്. അപ്പോൾ തേർഡ് ടേം എത്ര കിട്ടി? 66 മൈനസ് 61 ഈക്വൽസ് 5. ഇപ്പോൾ കാണുമ്പോൾ അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്ന് തോന്നുന്നുണ്ടല്ലേ? 1 3 5 അങ്ങനല്ലേ പോണേ? ഫസ്റ്റ് ടൈം 1, സെക്കൻഡ് ടൈം 3, തേർഡ് ടൈം 5. രണ്ട് വീതം കൂടിയാണ് പോകുന്നത്. ഏതായാലും ഒന്നുകൂടെ എടുത്ത് നോക്കാം. x4 ഫോർത്ത് ടേം. അപ്പോൾ എന്നിന് പകരം 4 ക്യൂബ് മൈനസ് 6 ഇൻറ്റു 4 സ്ക്വയർ പ്ലസ് 13 ഇൻറ്റു 4 മൈനസ് 7 എത്ര കിട്ടും? 4 ക്യൂബ് 4 ഇൻറ്റു 4 ഇൻറ്റു 4 4 ഇൻറ്റു 4 16 16 ഇൻറ്റു 4 64 മൈനസ് 6 ഇൻറ്റു 4 സ്ക്വയർ 6 ഇൻറ്റു 4 ഇൻറ്റു 4 16 6 ഇൻറ്റു 16 96 പ്ലസ് 13 ഇൻറ്റു 4 13 ഇൻറ്റു 4 52 മൈനസ് 7. ഇവിടെ പ്ലസ് ആയിട്ടുള്ള 64ഉം 52 കൂടെ കൂട്ടുന്നു. 116 116 കിട്ടും. നെഗറ്റീവ് നമ്പേഴ്സ് മൈനസ് 96 മൈനസ് 7 മൈനസ് 103 എത്ര കിട്ടി? 13 കിട്ടി. അപ്പോൾ ആ സീക്വൻസ് എങ്ങനെ വരും? 1 3 5 അടുത്ത വരുന്നത് 13 ആണ്. അരിത്തമാറ്റിക് സീക്വൻസ് ആയിരുന്നു അടുത്തത് 7 ആയിരുന്നു വരേണ്ടത്. രണ്ട് വീതം കൂടിയാണ് പോകുന്നതെങ്കിൽ, പക്ഷേ 13 വന്നു അല്ലേ? അപ്പോൾ ആദ്യത്തെ 3 ടേം കൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നാലാമത്തെ ടേം എടുത്തപ്പോൾ അത് മാറിപ്പോയി. ഫോർത്ത് ടേമിൽ അത് അരിത്തമാറ്റിക് സീക്വൻസ് അല്ല എന്ന് കണ്ടു അല്ലേ? 1 3 5 13 അങ്ങനല്ലേ പോകുന്നത്? അത് അരിത്തമാറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയാണോ? അല്ല. എന്താണെന്ന് വെച്ചാൽ 5ൻ്റെ കൂടെ 2 കൂട്ടിയാൽ അല്ല 13 കിട്ടുന്നത് അല്ലേ? അപ്പോൾ 1 3 5 13 എക്സെട്ര എന്ന് പറയുന്നത് ഈസ് നോട്ട് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. ഇതൊരു സമാന്തര ശ്രേണി അല്ല എന്ന് കാണാം. അപ്പോൾ ഇത്രയാണ് ഇതിലെ ക്വസ്റ്റ്യൻസ്. അടുത്ത ഭാഗം സ്ഥാനവും പദവും എന്ന് പറയുന്നതാണ്. അത് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ നോക്കാം. ഇത്രയും ഭാഗം നന്നായിട്ട് നോക്കുക. പ്രോബ്ലംസ് എല്ലാം നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കണം. ഇത്രയും കണ്ട എല്ലാവർക്കും നന്ദി.